ആണവ പരിശോധനയിൽ ഇറാൻ സഹകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി. ഇക്കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഇറാനിൽ സന്ദർശനം നടത്താനിരിക്കെയാണ് പ്രതികരണം. ഇറാന്റെ ആണവ പരീക്ഷണം അണുബോംബ് നിർമ്മാണം വരെ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റഫായേൽ ഗ്രോസിയുടെ അഭ്യർത്ഥന. നീണ്ടകാലമായി സംഘടനയോട് അകലം പാലിക്കുന്ന ഇറാനുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് UN പ്രതീക്ഷ. ഇറാനിലെ ആണവ പദ്ധതികളുടെ പുരോഗതിയിലും സംശയാസ്പദമായ മേഖലകളിൽ പോലും യുറേനിയം സാന്നിധ്യം കണ്ടെത്തുന്നതിലും ആശങ്ക നിലനിൽക്കെയാണ് ഗ്രോസിയുടെ ഇറാൻ സന്ദർശനം എന്നതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഐക്യരാഷ്ട്രസഭ ആണവോർജ്ജ നിരീക്ഷണ വിഭാഗം തലവൻ റഫായേൽ ഗ്രോസി ടെഹ്റാനിലേക്ക് തിരിക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ അഭ്യർത്ഥന നടത്തിയത്. ഒരു അണുബോംബ് നിർമ്മിക്കുന്നതിന് ഏകദേശം 90% വരെ ശുദ്ധ യുറേനിയം ആവശ്യമാണെങ്കിൽ അതിൽ 60% വരെയാണ് ഇറാൻ ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ഏകദേശം 4 അണുബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും കണക്കാക്കുന്നു. എന്നാൽ ഊർജ്ജ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് യുറേനിയം വികസിപ്പിക്കുന്നതെന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. 3.5 വർഷത്തിലേറെയായി ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടവും ഇറാനുമേലെയില്ല. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ എവിടെയെത്തിയെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് വിശദീകരിക്കാനും ഈ കൂടിക്കാഴ്ച നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.